നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇഫ് സ്റ്റേറ്റ്മെന്റ്, അപ്പോൾ ഇതെങ്ങനെയാണ്? ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ആ കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ആ ട്രൂ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ഇഫ് ദ കണ്ടീഷൻ ഇസ് ഫാൾസ് ദെൻ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് വിൽ നോട്ട് ബി എക്സിക്യൂട്ടഡ്. സിന്റാക്സ് നോക്കൂ. ഇഫ് കണ്ടീഷൻ എന്താണ്? ട്രൂ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക്. കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ട്രൂ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ഫ്ലോ ചാർട്ടിനകത്ത് കുറച്ചുകൂടി ക്ലിയർ ആവും. ഫ്ലോ ചാർട്ട് ഓഫ് ഇഫ് കണ്ടീഷൻ. ഇത് കണ്ടീഷനിലേക്കുള്ള എൻട്രി ചെയ്യുകയാണ്. ആ കണ്ടീഷൻ ചെക്ക് ചെയ്തു. കണ്ടീഷൻ ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നേരെ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റിലേക്ക് പോകും. കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ട്രൂ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം അത് നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്സിലേക്ക് പോകും. എക്സാമ്പിൾ നോക്കും. ഇന്റ് മെയിൻ ഇന്റ് എ ഈസ് ഈക്വൽ ടു 10. ഇവിടെ എ എന്ന് പറയുന്ന ഒരു വേരിയബിള് 10 എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ കണ്ടീഷൻ ചെയ്യാണ്. ഇഫ് എ ലെസ് ദാൻ 20, അപ്പൊ എന്ത് ചെയ്യും? പ്രിന്റ് എഫ് എ ഈസ് ലെസ് ദാൻ 20. ഈ കണ്ടീഷൻ ട്രൂ ആണ് എന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്നത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് ആണ്. ഇഫ് എ ഈസ് ലെസ് ദാൻ 20, അതിന് താഴെ പ്രിന്റ് എഫ് വാല്യൂ ഓഫ് എ ഈസ്. ഇനി എയുടെ വാല്യൂ എത്രയാണോ അവിടെ ഉള്ളത് ആ വാല്യൂ പ്രിന്റ് ചെയ്യാനാണ് നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്. റിട്ടേൺ 0. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഇഫ് എ ലെസ് ദാൻ 20 സിംഗിൾ ഇഫ് ആണ്. സിംഗിൾ ഇഫ് ആകുമ്പോൾ എന്താണ്? ഇതിന് ട്രൂ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് മാത്രമാണ് ഉള്ളത്. അപ്പൊ ഇഫ് എ ലെസ് ദാൻ 20 ഇത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പ്രിന്റ് എഫ് എ ഈസ് ലെസ് ദാൻ 20. ഔട്ട്പുട്ട് ചെക്ക് ചെയ്ത് നോക്കൂ. ഹിയർ ദ വാല്യൂ ഓഫ് എ ഈസ് 10. ദെൻ ഇഫ് ദ കണ്ടീഷൻ ഈസ് ട്രൂ അല്ലെ? അപ്പൊ എയുടെ വാല്യൂ 10 ആണ്. 10 ലെസ് ദാൻ 20 അപ്പൊ എന്താണ്? പ്രിന്റ് എഫ് എ ഈസ് ലെസ് ദാൻ 20. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ഔട്ട്പുട്ടില് എ ഈസ് ലെസ് ദാൻ 20 എന്ന് പ്രിന്റ് ആകും. അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രിന്റ് എഫ് വാല്യൂ ഓഫ് എ ഈസ് അല്ലെ? വാല്യൂ ഓഫ് എ പ്രിന്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വാല്യൂ ഓഫ് എ എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ നമുക്ക് പ്രിന്റ് ചെയ്ത് നമുക്ക് വാല്യൂ ഓഫ് എ ഈസ് 10. നെക്സ്റ്റ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്. തൊട്ട് മുമ്പ് പഠിച്ചത് ഒരു ഇഫ് കണ്ടീഷൻ മാത്രം, ഇഫ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. അതിനൊരു ട്രൂ പാർട്ട് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്. if statement can be followed by an optional else statement which execute when the boolean expression is false. അപ്പോൾ ഇവിടെ ട്രൂ സ്റ്റേറ്റ്മെന്റ് കൂടാതെ ഒരു ഫാൾസ് സ്റ്റേറ്റ്മെന്റ് കൂടെ നമുക്ക് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. സിന്റാക്സ് നോക്കൂ. ഇഫ് കണ്ടീഷൻ ട്രൂ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക്. ഈ കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ട്രൂ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. കണ്ടീഷൻ ഫാൾസ് ആണെന്നുണ്ടെങ്കിൽ എൽസ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ഫ്ലോ ചാർട്ട് ചെക്ക് ചെയ്ത് നോക്കൂ. ഫ്ലോ ചാർട്ടിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? കണ്ടീഷൻ, ആ കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ നോക്കുക ട്രൂ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് അത് നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റിലേക്ക് പോകും. ഈ കണ്ടീഷൻ ഫാൾസ് ആണെന്നുണ്ടെങ്കിൽ ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുകയും അതിനുശേഷം കൺട്രോളർ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റിലേക്ക് പോകുകയും ചെയ്യും. എക്സാമ്പിൾ നോക്കും. ഇന്റ് എ ഈസ് ഈക്വൽ ടു 100. ഇഫ് എ ലെസ് ദാൻ 20 print of a is less than 20. else print of a is not less than 20. ഇവിടെ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുണ്ട്. a എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ ലെസ് ദാൻ 20 ആണോ എന്ന് ചെക്ക് ചെയ്യുക. if a ലെസ് ദാൻ 20 ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ട്രൂ സ്റ്റേറ്റ്മെന്റിൽ പ്രിന്റ് ഓഫ് a is less than 20 എന്ന് നമുക്ക് പ്രിന്റ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിലോ ഈ കണ്ടീഷൻ ഫാൾസ് ആവുകയാണെന്നുണ്ടെങ്കിലോ എൽസ് പാർട്ട് എക്സിക്യൂട്ട് ചെയ്യപ്പെടും. എൽസ് പാർട്ടിൽ എന്താണ്? പ്രിന്റ് ഓഫ് എ ഈസ് നോട്ട് ലെസ് ദാൻ 20. നമുക്ക് പ്രിന്റ് ഓഫ് വാല്യൂ ഓഫ് എ ഈസ് റിട്ടേൺ 0. ഔട്ട്പുട്ട് നോക്കി അറിയാം. എ ഈസ് നോട്ട് ലെസ് ദാൻ 20. ഇവിടെ ഈ പ്രോഗ്രാമിൽ എയുടെ വാല്യൂ 100 ആയിരുന്നു. നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്തത് ഇഫ് എ ലെസ് ദാൻ 20 ആണ് എന്നുണ്ടെങ്കിൽ ട്രൂ സ്റ്റേറ്റ്മെന്റ് എ ഈസ് ലെസ് ദാൻ 20 എന്ന് പറയുന്നത് പ്രിന്റ് ചെയ്യണം. കണ്ടീഷൻ ഫാൾസ് ആവുകയാണെങ്കിൽ എൽസ് പാർട്ട് വർക്ക് ചെയ്യും. പ്രിന്റ് ഓഫ് എ ഈസ് നോട്ട് ലെസ് ദാൻ 20 എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യും. ഇവിടെ എയുടെ വാല്യൂ 100 ആയിരുന്നു. അപ്പോൾ നമുക്ക് എന്താണ് ഔട്ട്പുട്ട് വരുന്നത്? ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. അപ്പോൾ എ ഈസ് നോട്ട് ലെസ് ദാൻ 20. വാല്യൂ ഓഫ് എ ഈസ് 100. വാല്യൂ എത്രയായിരുന്നു? 100 ആയിരുന്നു. നെക്സ്റ്റ് ഇഫ് എൽസ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്. ഇതിനെ നെസ്റ്റഡ് ഇഫ് എന്ന് പറയും. ഇത് ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസ് ചെക്ക് ചെയ്തിട്ട് അതിന്റെ ട്രൂ ആയിട്ടുള്ള ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് എടുക്കുക. ഫാൾസ് ആണെന്നുണ്ടെങ്കിലോ ചെക്ക് അനദർ കണ്ടീഷൻ. ഫാൾസ് ആണെന്നുണ്ടെങ്കിൽ അനദർ കണ്ടീഷൻ ചെക്ക് ചെയ്യും.
അപ്പോൾ ഇവിടെ an if statement can be followed by an optional else if else statement which is very useful to test various conditions using if else if statement. എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? and if can have 0 or 1 else and is must come after any else if. and if can have 0 to many else if and they must come before the else. once an else if succeeds, none of the remaining else ifs or else will be tested. Syntax നോക്കൂ. if expression 1 true ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? expression 1 ട്രൂവിന്റെ എക്സിക്യൂട്ടബിൾ പാർട്ട് ആ ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. ഈ കണ്ടീഷൻ if expression 1 എന്ന് പറയുന്ന ഫാൾസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? കൺട്രോൾ അവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോകും. else if expression 2 another condition ചെക്ക് ചെയ്യും. else if expression 2 രണ്ടാമത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇൻ കേസ് ഇത് ട്രൂ ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇതിന്റെ ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യുകയും അവിടെ നിന്ന് കൺട്രോൾ നേരെ എൽസിലേക്ക് പോവുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഓരോ തവണയും ഈ കണ്ടീഷൻസ് ഫാൾസ് ആവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ചെക്ക് അനദർ കണ്ടീഷൻ എൽസ് ഇഫ് അനദർ കണ്ടീഷൻ. ഫസ്റ്റ് എക്സ്പ്രഷൻ 1 ഫാൾസ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എൽസ് ഇഫ് എക്സ്പ്രഷൻ 2 അനദർ കണ്ടീഷൻ എക്സ്പ്രഷൻ 2 ചെക്ക് ചെയ്യും. ഈ കണ്ടീഷൻ ഫാൾസ് ആവുകയാണെന്നുണ്ടെങ്കിൽ എൽസ് ഇഫ് എക്സ്പ്രഷൻ 3 ചെക്ക് ചെയ്യും. അങ്ങനെ ഓരോന്നും ചെക്ക് ചെയ്തിട്ട് കൺട്രോളിന് വെളിയിലേക്ക് പോകും. എക്സാമ്പിൾ നോക്കിയാൽ നമുക്ക് കുറച്ച് ക്ലിയർ ആവും. ഫൈൻഡ് ദ ഗ്രേഡ് ഓഫ് എ സ്റ്റുഡന്റ്. ഒരു സ്റ്റുഡന്റിന്റെ ഗ്രേഡ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. അപ്പൊ ഇതില് നമ്പർ ഓഫ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഇൻഡ് n എന്ന് പറയുന്ന വേരിയബിൾ യൂസ് ചെയ്തു. പിന്നെ മാർക്സ് ഇൻഡ് n മാർക്സ് പ്രിന്റ് എന്റർ ദ റോൾ നമ്പർ ഓഫ് സ്റ്റുഡന്റ്. സ്റ്റുഡന്റിന്റെ റോൾ നമ്പർ പ്രിന്റ് ചെയ്യണം അല്ലെ. സ്കാൻ പെർസെന്റേജിലെ ആംപർസെന്റ് n ഇവിടെ സ്റ്റുഡൻസിന്റെ എണ്ണത്തിന് വേണ്ടിയിട്ടാണ് n യൂസ് ചെയ്യുന്നത്. പ്രിന്റ് എന്റർ ദ മാർക്സ് മാർക്ക് ഓരോരുത്തരുടെ മാർക്ക് എൻ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. സ്കാൻ പെർസെന്റേജിലെ ആംപർസെന്റ് മാർക്സ്. ഇഫ് മാർക്സ് ഗ്രേറ്റർ ദാൻ 75 പ്രിന്റ് ഗ്രേഡ് ഈസ് ഓണേഴ്സ്. ഗ്രേറ്റർ ദാൻ 75 ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഗ്രേഡ് ഈസ് ഓണേഴ്സ് എന്ന് പ്രിന്റ് ചെയ്യണം. ഈ മാർക്സ് ഗ്രേറ്റർ ദാൻ 75 അല്ല, അതായത് 75 അല്ലെങ്കിൽ 70 60 ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? എൽസ് ഇഫ് ചെക്ക് അനദർ കണ്ടീഷൻ. അപ്പൊ ഈ കണ്ടീഷൻ ഫാൾസ് ആയി കഴിഞ്ഞാൽ കൺട്രോൾ നെക്സ്റ്റ് കണ്ടീഷനിലേക്ക് പോകും. ദാറ്റ് ഈസ് എൽസ് ഇഫ് മാർക്സ് ഗ്രേറ്റർ ദാൻ 65, അതായത് മാർക്സ് 65ക്ക് മുകളിലാണോ എന്ന് ചെക്ക് ചെയ്യും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പ്രിന്റ് ഗ്രേഡ് ഈസ് ഫസ്റ്റ് ക്ലാസ് എന്ന് പ്രിന്റ് ചെയ്യും. ഇൻ കേസ് വീണ്ടും നമുക്ക് കൊടുക്കുന്ന മാർക്ക് 60 ആണെന്നുണ്ടെങ്കിലോ അല്ലെ ഈ കണ്ടീഷൻ ഫാൾസ് ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യും? ചെക്ക് അനദർ കണ്ടീഷൻ എൽസ് ഇഫ് മാർക്സ് ഗ്രേറ്റർ ദാൻ 55 പ്രിന്റ് ഗ്രേഡ് ഈസ് സെക്കൻഡ് ക്ലാസ്. അപ്പൊ നമ്മൾ ഇതൊന്നും അല്ല കൊടുത്തതെങ്കിലോ എന്ത് ചെയ്യും? എൽസ് പ്രിന്റ് ഗ്രേഡ് ഈസ് തേർഡ് ക്ലാസ്. ഗ്രേഡ് തേർഡ് ക്ലാസ് ആണെന്നും പറഞ്ഞിട്ട് നമുക്ക് ആൻസർ കിട്ടും അല്ലെ. ഔട്ട്പുട്ട് നോക്ക്. എന്റർ ദ റോൾ നമ്പർ ഓഫ് സ്റ്റുഡന്റ് 25. ആ സ്റ്റുഡന്റിന്റെ റോൾ നമ്പർ 25 ആണ്. എന്റർ ദ മാർക്സ് 86. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? മാർക്സ് ഗ്രേറ്റർ ദാൻ 75 ആണ്. അപ്പൊ എങ്ങോട്ട് പോകും? ഇഫ് മാർക്സ് ഗ്രേറ്റർ ദാൻ 75 ഫസ്റ്റിലെ വന്നിരിക്കുന്നത് അല്ലെ 86 ഗ്രേറ്റർ ദാൻ 75. പ്രിന്റ് ഗ്രേഡ് ഈസ് ഓണേഴ്സ്. നെക്സ്റ്റ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. മൾട്ടിവേ ബ്രാഞ്ച് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇവിടെ നോക്കുക. സ്വിച്ച് കീ സ്റ്റേറ്റ്മെന്റ്സ് ആർ a substitute for long if statements that compare a variable to several integral values. നമുക്ക് മുമ്പ് പഠിച്ച if else if ഒരു കണ്ടീഷൻ തെറ്റാണെന്നുണ്ടെങ്കിൽ മറ്റൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യണം, എന്നിട്ട് അടുത്തൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യണം അല്ലെ. ഇങ്ങനെ ഓരോ ഇതൊരു മൾട്ടിവേ ബ്രാഞ്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇറ്റ് പ്രൊവൈഡ്സ് an easy way to dispatch execution to different parts of code based on the value of the expression. എന്നിട്ട് switch is a control statement that allows a value to change the control of expression. Syntax നോക്കുക. switch n case 1 could be executed if n is equal to 1. ഈ n ന്റെ വാല്യൂ 1 ആണ് എന്നുണ്ടെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ടുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ. ബ്രേക്ക് n ന്റെ വാല്യൂ 2 ആയാലോ കേസ് 2 ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യപ്പെടുക. കേസ് 2 could be executed if n is equal to 2. ബ്രേക്ക്. ഇപ്പൊ n ന്റെ വാല്യൂ ഈ കേസ് 1 കേസ് 2 ഒക്കെ ആയിട്ട് മാച്ച് ചെയ്യപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഡെഫോൾട്ട് വാല്യൂ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യപ്പെടുക. could to be executed if n doesn't match any cases. ഇപ്പൊ കേസ് 1 കേസ് 2 കേസ് 3 അങ്ങനെ എത്ര കേസ് വേണേലും നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാം. അങ്ങനെ ചെക്ക് ചെയ്ത്
ഒരു കേസുമായിട്ടും ഈ വാല്യൂ സ്വിച്ച് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിന്റെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന വാല്യൂ മാച്ച് ചെയ്യപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിഫോൾട്ട് ആയിട്ട് ഉള്ള സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യപ്പെടുക. കേസ് വൺ മാച്ച് ചെയ്യുകയാണെങ്കിൽ n1 ആകുമ്പോൾ എന്തെയും കേസ് 1 ആയിരിക്കും മാച്ച് ചെയ്യുക. എന്നിന്റെ വാല്യൂ 2 ആവുകയാണെങ്കിലോ കേസ് 2 ആയിരിക്കും മാച്ച് ചെയ്യുക. ഓക്കെ, അപ്പൊ അവിടെ എന്ത് ചെയ്യും? കേസ് 1ലോ കേസ് 2ലോ ഏതാണോ മാച്ച് ആവുന്നത് അവിടെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യപ്പെടും, എന്നിട്ട് ബ്രേക്ക് ചെയ്യും. സ്വിച്ച് കേസ് സ്റ്റേറ്റ്മെന്റ് നോക്ക, ഇവിടെ എക്സ്പ്രഷൻ ചെക്ക് ചെയ്യുന്നു. ആ ചെക്ക് ചെയ്യുന്ന എക്സ്പ്രഷൻ കേസ് 1ഉമായിട്ട് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ കോഡ് ബ്ലോക്ക് 1 എന്താകും? എക്സിക്യൂട്ട് ചെയ്യപ്പെടുകയും കൺട്രോൾ അവിടെ നിന്ന് നേരെ സ്വിച്ചിന് വെളിയിലേക്ക് പോവുകയും ചെയ്യും. ഈ എക്സ്പ്രഷൻ കേസ് 2 ആയിട്ടാണ് മാച്ച് ചെയ്യുന്നതെങ്കിൽ കോഡ് ബ്ലോക്ക് 2 ആണ് എക്സിക്യൂട്ട് ചെയ്യപ്പെടുക. അവിടെ നിന്ന് കൺട്രോള് സ്വിച്ചിന് വെളിയിലേക്കും പോകും. അങ്ങനെ ഈ എക്സ്പ്രഷൻസ് ഏത് കേസുമായിട്ടാണോ, കേസ് 1 2 3 അപ് ടു n കേസസ് ഉണ്ടാവും. അപ്പൊ ഏത് കേസുമായിട്ടാണോ മാച്ച് ആവുന്നത് അപ്പോ ആ പർട്ടിക്കുലർ കേസ് എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യപ്പെടുകയും കൺട്രോള് നേരെ സ്വിച്ചിന് വെളിയിലേക്ക് പോവുകയും ചെയ്യും. ഇനി ഈ എക്സ്പ്രഷൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു കേസുമായിട്ട് മാച്ച് ചെയ്യപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിഫോൾട്ട് ആയിട്ടുള്ള ബ്ലോക്ക് സ്റ്റേറ്റ്മെന്റ്സ് ആണ് എക്സിക്യൂട്ട് ചെയ്യപ്പെടുക. എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകും? നേരെ സ്വിച്ചിന് വെളിയിലേക്ക് പോകും. എക്സാമ്പിൾ നോക്കും. Write a C program to print the days of a week using switch case statements. Days of a week using switch case statement. നമുക്കറിയാം ഒരു വീക്കിൽ എത്ര ഡേയ്സ് ഉണ്ട്? 7 days ഉണ്ട്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന അപ്പൊ 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ സൺഡേ ആണെങ്കിൽ സൺഡേ എന്ന് പ്രിന്റ് ചെയ്യണം. 7 എന്ന് കൊടുക്കുമ്പോൾ സാറ്റർഡേ ആണെങ്കിൽ സാറ്റർഡേ എന്ന് നമുക്ക് പ്രിന്റ് ചെയ്യണം. അതാണ് ഈ പ്രോഗ്രാം പറയുന്നത്. യൂസിങ് സ്വിച്ച് കേസ് ആണ്. സേ പ്രോഗ്രാം ടു പ്രിന്റ് ഡേ നെയിം ഓഫ് വീക്ക് യൂസിങ് സ്വിച്ച് കണ്ടീഷൻ. നമുക്ക് ഇന്റ് ഡേ എന്ന് നമുക്ക് ഇന്റിജർ ഡാറ്റ ടൈപ്പ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രിന്റ് ഓഫ് പ്ലീസ് എൻ്റർ ദ ഡേ നമ്പർ 1 to 7. കൺസിഡർ 1 ഈസ് ഈക്വൽ ടു മൺഡേ ആൻഡ് 7 ഈസ് ഈക്വൽ ടു സൺഡേ. നമുക്ക് ഏതാണോ നമുക്ക് വേണ്ടുന്ന ദിവസം അത് പ്രിന്റ് ചെയ്യാനായിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. പക്ഷെ അത് മൺഡേ 1 ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ ട്യൂസ്ഡേ 2 ആയിരിക്കും, വെനസ്ഡേ 3 ആയിരിക്കും, അങ്ങനെ സൺഡേ 7 ആയിരിക്കും. സ്കാൻ ഓഫ് പെർസെന്റേജ് ഡേ ആംപർസെന്റിന്റെ റീഡ് ചെയ്യുക. നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത വാല്യൂ റീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സ്കാൻ എഫ് യൂസ് ചെയ്യുക. ഇപ്പൊ സ്കാൻ എഫ് പെർസെന്റേജ് ഡേ ഇവിടെ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഡേ എന്ന് പറയുന്ന വേരിയബിള് ഇന്റിജർ ഡാറ്റ ടൈപ്പ് ആയതുകൊണ്ടാണ് പെർസെന്റേജ് ഡേ കൊടുക്കുന്നത്. എന്നിട്ട് എന്ത് വേണം? ആംപർസെന്റ് ഡേ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ആ വാല്യൂവിനെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്. ആംപർസെന്റ് എന്ന് പറയുന്നത് അഡ്രസ് ഓപ്പറേറ്റർ ആണ്. അപ്പൊ ഈ ഡേ എന്ന് പറയുന്ന വേരിയബിൾ എവിടെയാണോ മെമ്മറി അതിന്റെ അഡ്രസ്സിലേക്കായിരിക്കും വാല്യൂ പോവുക. ഇനി നമ്മള് സ്വിച്ച് ഡേ 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 എന്ന് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ സ്വിച്ച് 3 ആയിരിക്കും വരിക. ഡേക്ക് നമ്മൾ എന്ത് വാല്യൂ ആണോ കൊടുക്കുന്നത് അതായിരിക്കും സ്വിച്ച് ഡേ എന്ന് പറഞ്ഞു വരിക. ഇനി എന്താ? കേസ് 1. ഇപ്പം ഡേ 1 ആവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? കേസ് 1 ഡേ ഈക്വൽ ടു 1 ആയി കഴിഞ്ഞാൽ കേസ് 1ലേക്കായിരിക്കും പോവുക. കേസ് 1 എന്ന് പറയുന്നത് പ്രിന്റ് ഓഫ് ദ ഡേ ഈസ് മൺഡേ, ബ്രേക്ക് ചെയ്യും. ഇഫ് ദ ഡേ ഈസ് ഈക്വൽ ടു 2 ആവുകയാണ് എന്നുണ്ടെങ്കിൽ കേസ് 2 പ്രിന്റ് ഓഫ് ദ ഡേ ഈസ് ട്യൂസ്ഡേ, ബ്രേക്ക്. കേസ് 3 പ്രിന്റ് ഓഫ് ദ ഡേ ഈസ് വെനസ്ഡേ, ബ്രേക്ക്. കേസ് 4 പ്രിന്റ് ഓഫ് ദ ഡേ ഈസ് തേഴ്സ്ഡേ, ബ്രേക്ക്. 5 അങ്ങനെ കേസ് 5, കേസ് 6, കേസ് 7 വരെ അല്ലെ. കേസ് 5 ആവുമ്പോൾ ഫ്രൈഡേ പ്രിന്റ് ചെയ്യണം. കേസ് 6 ആവുമ്പോൾ സാറ്റർഡേ പ്രിന്റ് ചെയ്യണം. കേസ് 7 ആവുമ്പോൾ സൺഡേ പ്രിന്റ് ചെയ്യണം. ഈ കൊടുക്കുന്നത് 1 to 7 അല്ലാതെ ഏതെങ്കിലും ഒരു നമ്പർ ആണ് എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഡിഫോൾട്ടിലേക്ക് പോകണം. അവിടെ എന്താ കൊടുക്കുക? പ്ലേസ് എൻ്റർ വാലിഡ് നമ്പർ ബിറ്റ്വീൻ 1 to 7. എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഡേ എന്ന് പറയുന്ന ആ വേരിയബിളിലേക്ക് 1 to 7 ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വാല്യൂ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാൻ 1 ആണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും? ഈ സ്വിച്ച് ഡേയുടെ വാല്യൂ ഈ കേസ് 1ഉമായിട്ടായിരിക്കും മാച്ച് ആവുക. അപ്പൊ എന്ത് ചെയ്യും? ആ മാച്ച് ആകുന്ന കേസിൽ പറഞ്ഞിരിക്കുന്ന എന്താണോ അതായിരിക്കും എക്സിക്യൂട്ട് ചെയ്യപ്പെടുക. അപ്പൊ ഇവിടെ പ്രിന്റ് ഓഫ് ദ ഡേ ഈസ് മൺഡേ. ഞാൻ ഡേക്ക് 5 ആണ് കൊടുക്കുന്നതെങ്കിലോ നേരെ കേസ് 1 ആണോ എന്ന് ചെക്ക് ചെയ്യും. ഡേയുടെ വാല്യൂ കേസ് 1ആയിട്ട് മാച്ച് ആവുമോ? ഇല്ല. കാര്യം ഡേയുടെ വാല്യൂ ഇവിടെ 5 ആണ്. ഇപ്പൊ കേസ് 2 ആയിട്ട് മാച്ച് ആവുമോ? ഇല്ല. അങ്ങനെ ഓരോ കേസും ചെക്ക് ചെയ്തിട്ട്
മാച്ച് ആകുന്നത് ഏത് കേസാണോ ആ കേസിലേക്കായിരിക്കും കൺട്രോൾ പോവുക. അപ്പോൾ ഇവിടെ ഡേയുടെ വാല്യൂ നമ്മൾ 5 ആണ് കൊടുത്തിരിക്കുന്നത്. നേരെ എന്ത് ചെയ്യും? കേസ് 5ലേക്ക് പോകും. കേസ് 5ൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പ്രിന്റ് ഓഫ് ദ ഡേ ഈസ് ഫ്രൈഡേ ബ്രേക്ക്. അപ്പോൾ കേസ് 5 വിൽ ബി എക്സിക്യൂട്ടഡ്. കേസ് 5 എക്സിക്യൂട്ട് ചെയ്യും. ദ ഡേ ഈസ് ഫ്രൈഡേ എന്ന് പ്രിന്റ് ചെയ്യും. ഓക്കെ. ഇനി മുമ്പ് പറഞ്ഞതുപോലെ ഈ ഡേയുടെ വാല്യൂ 7 അല്ല 8 അല്ല, ഞാൻ 10 ആണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും? കേസ് 1ഉം ഈ ഡേയുടെ വാല്യൂ ആയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ അത് മാച്ച് ആവുമോ? ഇല്ല. രണ്ടാമത്തെ കേസ് തൊട്ട് മാച്ച് ആവുമോ? കേസ് 2, കാര്യം എന്റെ വാല്യൂ 2 ആണ്, ഇവിടെ കൊടുത്തിരിക്കുന്ന 10 ആണ്. അപ്പൊ അതും മാച്ച് ആവില്ല. അപ്പൊ അങ്ങനെ ഓരോ കേസുമായിട്ടും ചെക്ക് ചെയ്ത് ലാസ്റ്റ് കേസ് 7 വരുമ്പോൾ അവിടെ എന്താണ്? മാച്ച് ആകുകയില്ല. അപ്പൊ അവിടെ മാച്ച് ആകാത്തതുകൊണ്ട് എന്ത് ചെയ്യും? നേരെ ഡിഫോൾട്ടിലേക്ക് പോകും. എന്നിട്ട് എന്ത് ചെയ്യും? പ്രിന്റ് ഓഫ് പ്ലീസ് എന്റർ വാലിഡ് നമ്പർ ബിറ്റ്വീൻ 1 to 7. 1 to 7 ആയിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള നമ്പർ എന്റർ ചെയ്യാൻ പറയാം. എന്റെ ഔട്ട്പുട്ട് ചെക്ക് ചെയ്തു. പ്ലീസ് എന്റർ ദ ഡേ നമ്പർ 1 to 7. പ്രോഗ്രാം നോക്കി അറിയാം. ഫസ്റ്റ് പ്രിന്റ്എഫിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? പ്ലീസ് എന്റർ ദ ഡേ 1 to 7 എന്നാണ്. അപ്പൊ അത് അതേപോലെ എന്ത് ചെയ്യും? പ്രിന്റ് ചെയ്യപ്പെടും. താഴേക്ക് വരുമ്പോൾ അറിയാം നമുക്ക്. പ്ലീസ് എന്റർ ദ ഡേ നമ്പർ 1 to 7. കൺസിഡർ 1 is equal to Monday and 7 is equal to Sunday. അപ്പൊ ഞാൻ 5 എന്ന് കൊടുത്തു. അപ്പൊ എന്ത് ചെയ്യും? കേസ് 5 ആയിട്ട് അത് മാച്ച് ആവും. കേസ് 5ൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ ഡേ ഈസ് ഫ്രൈഡേ. അപ്പൊ ദ ഡേ ഈസ് ഫ്രൈഡേ. അപ്പൊ അനദർ വാല്യൂ ഔട്ട്സൈഡ് 1 to 7 ചെക്ക് ചെയ്യാം നമുക്ക്, ഇല്ലേ? പറഞ്ഞിരിക്കുന്നത് പ്ലീസ് എന്റർ ദ ഡേ നമ്പർ 1 to 7. കൺസിഡർ 1 is equal to Monday and 7 is equal to Sunday. അപ്പൊ നമ്മൾ 9 എന്ന് കൊടുത്തു. അപ്പൊ 9 കൊടുക്കുമ്പോ എന്താ? അവിടെ കേസ് 7 വരെ ഉള്ളൂ, അല്ലേ? അപ്പൊ പ്ലീസ് എന്റർ വാലിഡ് നമ്പർ ബിറ്റ്വീൻ 1 to 7 എന്ന് പ്രിന്റ് ചെയ്യും. ഇത് സ്വിച്ച് കേസ്. അൺകണ്ടീഷണൽ ബ്രാഞ്ചിങ്. ഇതുവരെയെല്ലാം നമ്മളത് കണ്ടീഷൻസ് ചെക്ക് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ബ്രാഞ്ചിങ്ങിലേക്ക് പോയിക്കൊണ്ടിരുന്നത്, അല്ലേ? കൺട്രോൾ എവിടെയാണോ ട്രൂ ആകുന്നത് അവിടേക്ക് പോയിക്കൊണ്ടിരുന്നത്. നെക്സ്റ്റ് അൺകണ്ടീഷണൽ ബ്രാഞ്ചിങ് ആണ്. ഗോ ടു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്. സി സപ്പോർട്ട്സ് എ യൂണിക് ഫോം ഓഫ് എ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഈസ് go to statement which is used to branch unconditionally within a program from one point to another. So go to statement which is used to branch unconditionally within a program from one point to another. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ go to യൂസ് ചെയ്യുക. സാധാരണ പ്രോഗ്രാമേഴ്സ് ഇത് യൂസ് ചെയ്യുന്നത് ഒരു പ്രോഗ്രാമിൽ നിന്ന് കൺട്രോളിനെ ആ പ്രോഗ്രാമിന്റെ തന്നെ മറ്റു ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ്, ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ ജനറൽ ഫോം നോക്കിക്കോളൂ. സിന്റാക്സ്. ഇതിന് ഫോർവേഡ് ജമ്പ് ഓഫ് ഗോ ടു ലേബൽ എന്നാണ് പറയുക. അതായത് ഗോ ടു എന്ന് പറയുന്ന കീവേഡ് അതിനെ ഫോളോ ചെയ്തുകൊണ്ടൊരു ലേബൽ ഉണ്ടാകും. ആ ലേബല് എവിടെയാണോ നമ്മൾ പിന്നീട് കൊടുക്കുന്ന അവിടേക്കായിരിക്കും അതിന്റെ കൺട്രോൾ പോവുക. ഇതിന്റെ എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് ഫോർവേഡ് ജമ്പിൻ്റെതാണ്. നമുക്ക് void main int number is equal to 26, number mod 2 equal to 0, go to even. അപ്പൊ ഈവൻ എന്ന് ഇവിടെ അവിടേക്ക് പോകും. ഈവൻ എന്ന് പറയുന്ന ഇവിടെ സിന്റാക്സിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ട് എന്താണ്? ഈവൻ എന്ന് പറയുന്നത് ലേബലാണ്. ഈ ലേബൽ പിന്നെ എവിടെയാണോ പറഞ്ഞിരിക്കുന്നത് അവിടേക്കായിരിക്കും കൺട്രോൾ പാസ് ചെയ്യപ്പെടുക. അപ്പൊ ഇവിടെ നിന്ന് എന്ത് ചെയ്യും? നേരെ അങ്ങോട്ട് ഈവനിലേക്ക് പോകും. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രിന്റ് ഓഫ് percentage day is even. അതായത് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന 26 എന്ന് പറയുന്ന നമ്പർ ആണ്. അപ്പൊ ആ 26ന് മോഡ് 2 ആണെന്നുണ്ടെങ്കിൽ എന്ത് പറയും? മോഡ് 2 എന്ന് പറയുന്നത് എന്താണ്? മോഡുലോ ഓപ്പറേറ്റർ പഠിച്ചതാണ്, അല്ലേ? ആ മോഡുലോ ഓപ്പറേറ്ററിൽ എന്താണ് പറഞ്ഞിരുന്നത്? 26 മോഡ് 2 ആണ് എന്നുണ്ടെങ്കിൽ എന്റെ റിമൈൻഡർ വാല്യൂ 0 ആയാൽ ഇത് ഈവൻ നമ്പർ ആയിരിക്കും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 വരുന്നതെല്ലാം എന്തായിരിക്കും? ഈവൻ നമ്പേഴ്സ് ആയിരിക്കും. അപ്പൊ ഇവിടെ അതാണ് ചെക്ക് ചെയ്യുന്നത്. 26 mod 2 is equal to 0, go to even, else go to odd. ഇപ്പൊ 25 ആയിരുന്നു മോഡ് 2 എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ റിമൈൻഡർ വാല്യൂ 1 വരും. അപ്പൊ 1 വരുമ്പോ എന്ത് കിട്ടും? അത് ഓഡ് നമ്പർ ആയിരിക്കും. അപ്പോ എൽസ് ഈ കണ്ടീഷൻ ഫാൾസ് ആകും. അപ്പൊ എൽസ് പാർട്ട് എന്ത് ചെയ്യും? ഗോ ടു ഓഡ് എന്ന് പറയുന്നത് എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ ഓഡ് എന്ന് പറയുന്ന ലേബൽ നെയിമിന് എവിടെയാണോ കൊടുത്തിരിക്കുന്നത് അവിടേക്ക് കൺട്രോൾ പോകും. നേരെ ഓഡ്. അവിടെ എന്താ പറയുക? പ്രിന്റ് ദ നമ്പർ ഈസ് ഓഡ്. ആ നമ്പർ പർട്ടിക്കുലർ നമ്പർ എന്താണ്? ഓഡ് ആണെന്ന് പറയും. ഇത് ഫോർവേഡ് ജമ്പ്. ഇതിന്റെ തന്നെ ഗോറ്റിന്റെ ബാക്ക്വേർഡ് ജമ്പ് നോക്കുക. ബാക്ക്വേർഡ് ജമ്പ് ലേബൽ ആണ്. ലേബൽ മുകളിലായിരിക്കും കൊടുക്കുക. ഗോ ടു ലേബൽ അവിടേക്ക് പോകും. എക്സാമ്പിൾ നോക്കൂ. എൻഡ് എക്സ്
G, that is a label name. Int age, G, that is a label name. Yes, another label name. ഇപ്പൊ G ആണെന്നുണ്ടെങ്കിൽ എന്ത് വേണം? printf you are eligible. For S ആണെന്നുണ്ടെങ്കിലോ printf you are not eligible. ഇനി എന്ത് വേണം? നമ്മൾ നമ്മളുടെ ഏജ് എൻ്റർ ചെയ്യും. printf enter your age. scanf percentage day ampersand age, ഏജ് റീഡ് ചെയ്യുന്നു. if age greater than or equal to 18, ഏജ് എന്ന് പറയുന്നത് 18 അതിന് മുകളിലോ ആണ് എന്നുണ്ടെങ്കിൽ go to G, അല്ലെ? go to G. അപ്പൊ അവിടെ നിന്ന് കൺട്രോൾ നേരെ G എന്ന് പറയുന്ന ലേബലിലേക്ക് പോകും. ലേബൽ നെയിം ഇവിടെ നമ്മൾ ലേബൽ നെയിം G കൊടുത്തിട്ടുണ്ട്. ഈ G എവിടെയാണോ കൊടുത്തിരിക്കുന്നത് അവിടേക്ക് കൺട്രോൾ പാസ് ചെയ്യപ്പെടും. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? യു ആർ എലിജിബിൾ. ഗ്രേറ്റർ ദാൻ 18, ഏജ് ഗ്രേറ്റർ ദാൻ 18 ആണ് എന്നുണ്ടെങ്കിൽ യു ആർ എലിജിബിൾ. അവിടെ കൺട്രോൾ ജിയിലേക്ക് പാസ് ചെയ്യപ്പെടും. ഈ കണ്ടീഷൻ ട്രൂ ആയി കഴിയുമ്പോൾ. If the condition is false, then controls goes to the label name S. Condition false ആവുകയാണെന്നുണ്ടെങ്കിൽ കൺട്രോൾ അങ്ങോട്ട് പോകും. S എന്ന് പറയുന്ന ലേബൽ നെയിമിലേക്ക് പോകും. അവിടെ S എവിടെയാണ്? ഇവിടെയാണുള്ളത്. Go to S പറയും. S ലേക്ക് പോകും. S എന്താ പറഞ്ഞിരിക്കുന്നത്? You are not eligible. You are not eligible. If else, if else, then switch statement, then go to statement. ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്.